നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും കുതിച്ചുയർന്ന ഇന്ത്യ. ബഹിരാകാശ രംഗത്ത് ISROയ്ക്ക് മറ്റൊരു ചരിത്ര നേട്ടം. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പെഡെക്സ് വിജയകരമായി. ഇന്ന് രാവിലെയാണ് സ്പെഡെക്സ് ദൗത്യത്തിലെ ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൈകൊടുത്ത് ഒന്നായി മാറിയത്. വിക്ഷേപണത്തിന് ശേഷമുള്ള 4ാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാൻ ISROയ്ക്കായത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് ഇസ്രോയ്ക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് 2024 ഡിസംബർ 30-ാം തീയതിയാണ് PSLV C-60 ലോഞ്ച് വെഹിക്കിൾ 2 സ്പെഡെക്സ് സാറ്റലൈറ്റുകൾ ISRO വിക്ഷേപിച്ചത്. SDX-01 ചേസർ, SDX-02 ടാർഗറ്റ് എന്നിങ്ങനെയായിരുന്നു ഈ ഉപഗ്രഹങ്ങളുടെ പേരുകൾ. ജനുവരി 6-ന് ഇവയുടെ ഡോക്കിംഗ് പരീക്ഷണം നടത്താനായിരുന്നു ഇസ്രോ ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ഈ ശ്രമം 9-ാം തീയതിയിലേക്ക് നീട്ടിവെച്ചു. 9-ാം തീയതി ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 500 മീറ്ററിൽ നിന്ന് 225 മീറ്ററിലേക്ക് കുറച്ചു കൊണ്ടുവരുന്നതിനിടെ വീണ്ടും സാങ്കേതിക പ്രശ്നം നേരിട്ടതിനാൽ ഡോക്കിംഗ് പരീക്ഷണം രണ്ടാമത് നീട്ടുന്നതായി ഇസ്രോ അറിയിക്കുകയായിരുന്നു. പിന്നീട് ISRO ഏറെ കരുതലോടെയാണ് ഡോക്കിങ്ങിനായുള്ള 3ാം ശ്രമം ആരംഭിച്ചത്. 11-ാം തീയതിയിലെ 3ാം പരിശ്രമത്തിൽ 500 മീറ്ററിൽ നിന്ന് 230 മീറ്ററിലേക്കും 105 മീറ്ററിലേക്കും 15 മീറ്ററിലേക്കും 3 മീറ്ററിലേക്കും ഇസ്രോ അനായാസം ഉപഗ്രഹങ്ങളെ കൊണ്ടുവന്നു. എന്നാൽ ഇതൊരു ട്രയൽ മാത്രമായിരുന്നു എന്ന അറിയിപ്പ് പിന്നാലെ ISROയുടെ ഭാഗത്തു നിന്നെത്തി. ഉപഗ്രഹങ്ങളെ വീണ്ടും സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റുകയും ചെയ്തു. വിവരങ്ങൾ പഠിച്ച ശേഷമേ അടുത്ത നീക്കം ഉണ്ടാകൂ എന്ന അറിയിപ്പ് വന്നതോടെ ആകാംക്ഷ ഇരട്ടിച്ചു. ഒടുവിൽ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ സ്പെഡെക്സ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയത്തിലെത്തിയതായുള്ള അഭിമാന വാർത്ത പുറത്തുവരികയായിരുന്നു. ഇന്ത്യയുടെ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ ISROയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾക്കും ഇന്ത്യയുടെ ബഹിരാകാശ നിലയം രൂപകൽപ്പന ചെയ്യുന്നതിലും ഡോക്കിംഗ് സാങ്കേതിക നിർണായക പങ്ക് വഹിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബർ 30-നായിരുന്നു പേടകങ്ങൾ ISRO വിക്ഷേപിച്ചത്. 2 വ്യത്യസ്ത ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ അഭിമാന പദ്ധതിയാണ് സ്പെഡെക്സ്. ISROയുടെ ഈ പദ്ധതി വിജയിച്ചാൽ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളാണ് ദൗത്യം വിജയിപ്പിച്ച മറ്റ് രാജ്യങ്ങൾ. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയുടെ പേരും കൂടെ വരികയാണ്. ഏതായാലും വളരെ അഭിമാനകരമായ നിമിഷമാണ് ISROയ്ക്കും അതോടൊപ്പം തന്നെ ഓരോ ഇന്ത്യൻ പൗരനും.